സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ദൈവം പണ്ടു പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എബ്രായർ 1:1-2 വാക്യങ്ങൾ. യിരെമ്യാവ് ഒരു യഥാർത്ഥ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ എല്ലായ്പ്പോഴും സത്യമായിരുന്നു. കാളയുടെ നുകം ധരിച്ചുകൊണ്ട് ബാബിലോണിയർക്ക് കീഴടങ്ങി ജീവിക്കാൻ യിരെമ്യാവ് യഹൂദന്മാരോട് പറഞ്ഞു. യിരെമ്യാവ് 27:2-12 വാക്യങ്ങൾ. കള്ളപ്രവാചകനായ ഹനന്യാവ് അവനോട് എതിർത്തു ആ നുകം കൂടി ഒടിച്ചു കളഞ്ഞു. 28:2-4-10 വാക്യം പഠിക്കുവാൻ സാധിക്കും. യിരെമ്യാവ് അവനോട് പറഞ്ഞു, ഹനന്യാവെ കേൾക്ക, യഹോവ നിന്നെ അയച്ചിട്ടില്ല, ആ ആണ്ടിൽ നീ മരിക്കും. വാക്യം 15-16. അങ്ങനെ ഹനന്യ പ്രവാചകൻ ആ ആണ്ടിൽ തന്നെ 7-ാം മാസത്തിൽ മരിച്ചു. 17 വാക്യം പഠിക്കുവാൻ സാധിക്കും. പുതിയ നിയമം നമ്മോട് പറയുന്നു, ദൈവം പണ്ട് പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എബ്രായർ 1:1-2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. യേശുവിൻ്റെ ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവയിലൂടെ തിരുവഴുത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ മാർഗത്തിലൂടെ അല്ലെങ്കിൽ മാർഗനിർദ്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ സത്യം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്തു വലിയ ചോദ്യങ്ങളാണ് നിങ്ങളെ അലട്ടുന്നത്? യേശു പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് അവയെക്കുറിച്ച് എന്ത് പഠിക്കാനാവും? പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, എനിക്കിന്ന് വലിയ ചോദ്യങ്ങളോട് അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കാൻ അങ്ങയുടെ ആത്മാവ് എനിക്ക് ആവശ്യമാണ്. എനിക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ അങ്ങയെ വിശ്വസിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇൻ ജീസസ് നെയിം. ആമേൻ.